നമസ്കാരം. എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിൻ്റെ പ്രീക്വൽ ലൂസിഫറിൽ പറയുന്ന 2 ഡയലോഗുകളുണ്ട്. ഒന്ന്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതെ, ആ ഡേർട്ടി ബിസിനസ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വരിഞ്ഞു മുറുകുന്ന കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. രണ്ടാമത് മോഹൻലാലിൻ്റെ മറ്റൊരു ഡയലോഗ് IUF നാർക്കോട്ടിക് ഫണ്ട് എടുത്താൽ നമ്മുടെ നാട് നശിക്കും എന്നുള്ളതാണ്. സംശയം ആ തരത്തിൽ കൂടി നീണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് പച്ചയായ സത്യം. എന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ കൈ കൂച്ചുവിലം കെട്ട പോലെ കെട്ടപ്പെട്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന മറ്റൊരു നേതാവ് പറഞ്ഞത്, പോലീസ് മാത്രം വിചാരിച്ചാൽ, പോലീസും എക്സൈസും സർക്കാരും മാത്രം വിചാരിച്ചാൽ ഈ മയക്കുമരുന്ന് കണ്ണിക്ക് വിലങ്ങിടാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏത് അന്വേഷണ സംവിധാനത്തോടും കിടപിടിക്കാൻ ശക്തിയുള്ള ഒരു ഫോഴ്സാണ് കേരള പോലീസ്. എപ്പോഴും അവരെ നമ്മൾ പലതിൻ്റെ പേരിലും വിമർശിക്കുന്നെങ്കിലും അവരുടെ ശക്തിയുടെ കാര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള പ്രാവീണ്യത്തിൻ്റെ കാര്യത്തിലും അവരെ സംശയിക്കാനേ സാധിക്കില്ല. കൃത്യമായ ഡയറക്ഷൻ കിട്ടിയാൽ, ശക്തമായൊരു പൊളിറ്റിക്കൽ കമാൻഡ് കിട്ടിയാൽ, ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂർ ചേർന്നതിന് മുമ്പ് മയക്കുമരുന്നിൻ്റെ കണ്ണി പൊട്ടിച്ച് ഈ സംഘത്തെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ കേരള പോലീസിന് സാധിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾക്കും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അങ്ങനെ ഒരു കമാൻഡ് കൊടുക്കാൻ സാധിക്കാത്തത്? സർക്കാർ താഴെ പോകുമെന്ന് അറിഞ്ഞിട്ടും ചാരായം നിരോധിക്കാൻ AK ആന്റണി കാണിച്ച, സർക്കാരിൻ്റെ അവസാനത്തെ വർഷം 2015 പാൻപരാഗ് അടക്കമുള്ള മസാല ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഉമ്മൻചാണ്ടി കാണിച്ച ധൈര്യം എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനെ മുഴുവൻ വരിഞ്ഞു മുറുകിയിട്ടും, ഉമ്മയെ കൊല്ലുന്ന മക്കളെ കണ്ടിട്ടും, അമ്മയുടെ കഴുത്തറക്കുന്ന മകനെ കണ്ടിട്ടും, സഹോദരങ്ങളുടെ പള്ളയ്ക്ക് കത്തുകയറ്റുന്ന മറ്റൊരു സഹോദരനെ കണ്ടിട്ടും നമ്മുടെ നിലവിലുള്ള ഭരണ സംവിധാനത്തിന് സാധിക്കാതെ പോകുന്നത്? നിയമസഭയിലും പുറത്തും സർക്കാരിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് വിളിച്ചു പറഞ്ഞു മാറി നിൽക്കുകയാണോ ഒരു ഭരണ സംവിധാനം ചെയ്യേണ്ടത്? ഭരണകക്ഷിയുടെ MLAയുടെ മകൻ തന്നെ നാർക്കോട്ടിക്സ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ അത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെയും FIR ഇട്ട പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുകയും സ്ഥലം മാറ്റുകയും ചെയ്യുന്ന സംവിധാനമാണോ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭാവി തലമുറ, എൻ്റെയും നിങ്ങളുടെയും മക്കൾ വളർന്നു വരുമ്പോൾ നമ്മളോട് തിരിഞ്ഞു നിന്ന് ചോദിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇതാ ഇങ്ങനെ മയക്കുമരുന്ന് നാട് മുഴുവൻ നടമാടിയപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം വരുമ്പോൾ പ്രതിഷേധങ്ങൾ ഇത്രമാത്രം മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ തന്നെ നമ്മോട് ചോദിക്കേണ്ടതായില്ലേ? നാട് വിട്ട് യുവജനങ്ങൾ മുഴുവൻ കരപറ്റുന്നു എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെ കെണിയിൽ നിന്ന്, ഈ നിലയില്ലാ കയത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടതായി വരും. അതിനെപ്പറ്റി കൂടി സംസാരിക്കേണ്ടതായി വരും. സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ടീമിനെ, ഒരു ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കാൻ തയ്യാറാവണം. കുറഞ്ഞത് ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെങ്കിലും ആ ചുമതല ഏൽപ്പിക്കാൻ തയ്യാറാവണം. വരുന്ന തലമുറ നമ്മുടെ നേരെ നോക്കി കുറ്റപ്പെടുത്താതിരിക്കാൻ ഇപ്പോഴെങ്കിലും നമ്മൾ നയങ്ങളുമായി മുമ്പോട്ട് പോകാൻ തയ്യാറാവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി.